Hi dear, 2022 ജൂൺ 25 നടന്ന JEE എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇത് ഷിഫ്റ്റ് 2 ആണ്. ഷിഫ്റ്റ് 2ലെ സെക്ഷൻ എ ആണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Given below are two statements. One is labeled as assertion A and other is labeled as reason R. Assertion തന്നിട്ടുണ്ട്, reason തന്നിട്ടുണ്ട്. ഞാൻ രണ്ടും ഒന്ന് വായിക്കാം. Assertion: two identical balls A and B thrown with the same velocity u at two different angles with horizontal attain same range. If A and B reaches the maximum height h1 and h2 respectively, then R is equal to 4 root h1 h2. Reason എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി. The product of set heights h1 h2 is equal to u square sin square theta divided by 2g into u square cos square theta divided by 2g. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ്? സെയിം റേഞ്ച് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അവ അറ്റൈൻ ചെയ്ത ഹൈറ്റ് h1 h2 ആണെന്നും പറയുന്നുണ്ട്. അപ്പൊ റേഞ്ചിനെ നമുക്ക് ഹൈറ്റിൽ നിന്ന് കണ്ടുപിടിക്കാമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം, ഒരേ റേഞ്ച് കിട്ടണമെങ്കിൽ ആംഗിൾ കോംപ്ലിമെന്ററി ആംഗിൾ ആയിരിക്കണം. വേണ്ടേ? ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ദ അതർ ആംഗിൾ 90 മൈനസ് തീറ്റ ആയിരിക്കണമെന്ന് നമുക്കറിയാം. ആ സിറ്റുവേഷനിൽ നോക്കൂ, ഞാൻ h1ന്റെ ഇക്വേഷൻ എഴുതുകയാണ്. h1 എന്ന് പറയുന്നത് ദിസ് പർട്ടിക്കുലർ ഹൈറ്റ് h1, h2 എന്ന് പറയുന്നത് അതർ ഹൈറ്റ് h2. ഈ h1 ഇൻറ്റു h2ന്റെ ഇക്വേഷൻ ഞാൻ എഴുതാം. h1 h2 എന്ന് പറയുന്നത് എന്താ? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. അത് h1 ആയി. h2 എങ്ങനെ എഴുതേ? യു സ്ക്വയർ സൈൻ സ്ക്വയർ 90 മൈനസ് തീറ്റ ഡിവൈഡ് ബൈ 2g എന്ന് എഴുതാം. 90 സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ ആണല്ലോ. അപ്പം യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഇനി ഞാൻ ഇതിനെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണ്. റൂട്ട് h1 h2. അപ്പോൾ ഓരോരോ ഫാക്ടർ എടുക്കാം. യു സ്ക്വയർ രണ്ടെണ്ണം ഉണ്ട്, അതിൽ ഒരെണ്ണം എടുക്കുമ്പോൾ യു സ്ക്വയർ. സൈൻ സ്ക്വയറിൽ നിന്ന് സൈൻ എടുത്തു, സൈൻ തീറ്റ. പിന്നെ കോസ് സ്ക്വയറിൽ നിന്ന് കോസ് എടുത്തു, അങ്ങനെ കോസ് തീറ്റ. 2g രണ്ടെണ്ണം ഉണ്ട്, അതിൽ നിന്ന് ഒരു 2g എടുത്തു, ഇങ്ങനെ എഴുതി. ഇനി സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ ബൈ 2 ആണ്. അപ്പോൾ എനിക്ക് റൂട്ട് h1 h2 എന്ന് പറയുന്നത് യു സ്ക്വയർ സൈൻ 2 തീറ്റ, ലെറ്റ് മീ റൈറ്റ് ഇറ്റ്, സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2ഉം പിന്നെ ഓൾറെഡി ഒരു 2 ഉള്ളതുകൊണ്ട് 4g എന്ന് വന്നു. ഇനി 4 ഈ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ 4 റൂട്ട് h1 h2 എന്ന് പറയുന്നത് എന്ത് കിട്ടും? യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ g എന്ന് കിട്ടി. ഇത് മറ്റൊന്നുമല്ല, റേഞ്ചിന്റെ ഫോർമുലയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ദിസ് ഇസ് നത്തിങ് ബട്ട് റേഞ്ച്. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ള അസേഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. റീസൺ അസേഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ബോത്ത് എ ആൻഡ് R are true and R is the correct explanation of A. Therefore, our option is A. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കൂ, two buses P and Q start from a point at the same time and move in a straight line and their positions are represented by x of t, alpha t plus beta t square and xq of t, f t minus t square. At what time both buses will have same velocity? ഇത് 2016 നീറ്റിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ അതേപടി ചോദിച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വെലോസിറ്റികൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ പിയുടെ വെലോസിറ്റി കിട്ടണേ എക്സ് ഓഫ് പിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അതുപോലെ ക്യൂവിന്റെ വെലോസിറ്റി കിട്ടണമെങ്കിൽ എക്സ് ഓഫ് ക്യൂവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ എഴുതാൻ പോവുകയാണ്. നോക്കൂ, വെലോസിറ്റി ഓഫ് പി എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, ടൈം ഡെറിവേറ്റീവ്. അതിന്റെ ഡെറിവേറ്റീവ് എത്രയാണ് കുട്ടികളെ? ആൽഫ പ്ലസ് 2 ബീറ്റ ടി എന്ന് കിട്ടി. അതുപോലെ തന്നെ എക്സ് ഓഫ് ക്യൂവിന്റെ ഡെറിവേറ്റീവ് എഴുതുകയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ക്യൂ കിട്ടും. അതിന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? എഫ് മൈനസ് 2t. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്ന ഇവയ്ക്ക് രണ്ടും ഒരേ വെലോസിറ്റി ആണെന്ന്. Therefore, you equate them. Given that v of p and velocity of q are equal, therefore you equate alpha plus 2 beta t must be equal to f minus 2t. t ഉള്ള ടേമുകൾ ഒന്നിപ്പിക്കാം. 2bt plus 2t is equal to f minus alpha എന്ന് വന്നു. അപ്പോൾ നമുക്ക് t ആണ് നമുക്ക് വേണ്ടത്. 2t കോമൺ ഔട്ട് ചെയ്യാം. 2t 1 plus beta is equal to f minus alpha. നമുക്ക് t ആണ് വേണ്ടത്. Therefore f minus alpha
divided by 2 into 1 plus beta. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. എഫ് മൈനസ് ആൽഫ ഡിവൈഡ് ബൈ 2 into 1 plus beta. Here is the answer. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നോക്കൂ, എ ഡിസ്ക് വിത്ത് എ ഫ്ലാറ്റ് സ്മോൾ ബോട്ടം ബീക്കർ പ്ലേസ്ഡ് ഓൺ ഇറ്റ് at a distance r from its center is revolving about an axis passing through the center and perpendicular to its plane with an angular velocity omega. The coefficient of static friction between the bottom of the beaker and the surface of the disk is mu. The beaker will revolve with the disk if beaker ഈ ഡിസ്കിന്റെ ഒപ്പം റീവോൾവ് ചെയ്യണമെങ്കിലത്തെ കണ്ടീഷൻ. ഈ ബീക്കറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, റേഡിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? ഓൺലി സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. റേഡിയൽ ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒപ്പോസസ് ദ ഇംപെൻഡിങ് മോഷൻ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു മൂവ് റേഡിയലി അവേ, ദെയർഫോർ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒപ്പോസസ് ഇറ്റ്. നമുക്കറിയാം ആ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഇതിന് സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. Therefore, let us write static friction is equal to its centripetal force. What is its centripetal force? mr omega square. ഒമേഗയുടെ ടൈമിൽ എഴുതണം mr omega square. ഇനി another one more information we have. Static friction is always less than or equal to its maximum value. What is the maximum value of static friction? mu n. n എന്ന് പറഞ്ഞാൽ ഇവിടെ mg ആണ്, അതുകൊണ്ട് mu mg എന്ന് എഴുതാം. mu mg. Static friction is always less than or equal to ഇറ്റ്സ് മാക്സിമം വാല്യൂ. ഇനി എഫ് എസിന്റെ സ്ഥാനത്ത് ഞാൻ എം ആർ ഒമേഗ സ്ക്വയർ എഴുതുകയാണ്. ബിക്കോസ് എഫ് എസ് ഈസ് ഈക്വൽ ടു എം ആർ ഒമേഗ സ്ക്വയർ നമുക്ക് എഴുതാം. അപ്പൊ ഈ സംഭവം നമ്മൾ എഴുതുമ്പോൾ എഫ് എസിന്റെ സ്ഥാനത്ത് ഞാൻ എന്താ എഴുതുക? എം ആർ ഒമേഗ സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എം ജി. എം വെട്ടിക്കളയാം, എന്നിട്ട് നമുക്ക് ആറിന്റെ ഇക്വേഷൻ എഴുതാം. ആർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ജി ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ എന്ന് വന്നു. എന്ന് പറഞ്ഞാൽ ആറിന് ഓക്കെ, ഈസ് ഇറ്റ് ദെയർ? ആർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ജി ഡിവൈഡഡ് ബൈ ഹിയർ ഈസ് ദ ആൻസർ. ആർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ജി ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ. ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ, എ സോളിഡ് മെറ്റാലിക് ക്യൂബ് ഹാവിംഗ് ടോട്ടൽ സർഫസ് ഏരിയ 24 meter square is uniformly heated. If the temperature is increased by 10 degrees Celsius, calculate the increase in volume of the cube. ക്യൂബിന്റെ വോളിയം കണ്ടുപിടിക്കണം, ഇൻക്രീസ് ഇൻ വോളിയം കണ്ടുപിടിക്കണം. ഇവിടെ ക്യൂബിന്റെ സൈഡ് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാം. ക്യൂബിന്റെ സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ക്യൂബിന്റെ സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6 സൈഡ് ഉള്ളതുകൊണ്ട് 6l² ആണ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അത് എത്രയാണ്? 24 എന്ന് വന്നു. ഇതിൽ നിന്ന് l² എന്ന് പറഞ്ഞാൽ 4 കിട്ടും. അങ്ങനെ l എന്ന് പറയുന്നത് 2 meter എന്ന് കിട്ടി. 2 meter. ഇനി ഇതിന്റെ വോളിയം കൂടെ ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ദ വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ l³ ആണ്. അപ്പൊ 8 meter cube ആണ് ഇതിന്റെ വോളിയം. ഇനി ഡെൽറ്റ എൽ ആണ് എനിക്ക് വേണ്ടത്. ഡെൽറ്റ എൽ അല്ല, ഡെൽറ്റ വി. വാട്ട് ഈസ് ഡെൽറ്റ വി? വി ഗാമ വി ഡെൽറ്റ ടി. ഗാമ വി ഡെൽറ്റ ടി. ഗാമ എന്ന് പറഞ്ഞാൽ എന്താ? കോയിഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. പക്ഷെ ഇവിടെ കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ് തന്നിട്ടുള്ളത്. ഗാമയും ആൽഫയും തമ്മിൽ റഫ് റിലേഷൻ ഉണ്ട്. ഗാമ ഈസ് ഈക്വൽ ടു എന്താണ് കുട്ടികളെ? 3 ആൽഫയാണെന്ന് നമുക്കറിയാം. ഗാമ ഈസ് ഈക്വൽ ടു 3 ആൽഫ. അതുകൊണ്ട് ഞാൻ ഗാമയ്ക്ക് പകരം 3 ആൽഫ എഴുതാൻ പോവുകയാണ്. 3 ആൽഫ വി ഡെൽറ്റ ടി. ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ആൽഫ എത്രയാണ് നമുക്ക് കിട്ടിയേ? 5 ഇൻറ്റു 10⁻⁻⁴. വോളിയം എത്ര കിട്ടിയേ? 8 അല്ലേ കിട്ടിയേ? ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ ആണ്. 10 ഡിഗ്രി. ഇത് നമുക്ക് 8 5 43 120 120 പിന്നെ 10ന്റെ ഒരു 0 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. മീറ്റർ ക്യൂബ്. പക്ഷെ ഓപ്ഷൻ അല്ല, സെന്റിമീറ്റർ ക്യൂബിലാണ്. അതുകൊണ്ട് മീറ്റർ ക്യൂബിനെ സെന്റിമീറ്റർ ക്യൂബ് ആക്കണം. അപ്പം 1200 ഇൻറ്റു 10⁻⁻⁴ ഇൻറ്റു 10⁻⁻6 അല്ല +6 സെന്റിമീറ്റർ ക്യൂബ്. അത് എത്ര കിട്ടും? +6 ആകുമ്പോൾ ഇത് ദാറ്റ് ഹാസ് ഗോൺ 1.2 ഇൻറ്റു 10⁻5 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടി. 1.2 ഇൻറ്റു 10⁻5 സെന്റിമീറ്റർ ക്യൂബ്. ബി ഈസ് യുവർ റൈറ്റ് ഓപ്ഷൻ. ഇനി ഫിഫ്ത്തിലേക്ക് പോവുകയാണ്. നോക്കൂ, എ കോപ്പർ ബ്ലോക്ക് ഓഫ് മാസ് 5 kg is heated to a temperature of
500 degrees Celsius and it is placed on ice block. What is the maximum amount of ice that can melt? ഇവിടെ നോക്കി സ്പെസിഫിക് ഹീറ്റ് ഓഫ് കോപ്പർ തന്നിട്ടുണ്ട്. യൂണിറ്റ് ഒന്ന് ശ്രദ്ധിക്കൂ, ജൂൾ പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാട്ടറും തന്നിട്ടുണ്ട്, അത് ജൂൾ പെർ ഗ്രാം ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ആ തന്നിട്ടുള്ള യൂണിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയും കോപ്പർ ബ്ലോക്ക് ഹീറ്റിനെ നഷ്ടപ്പെടുത്തുന്നു, ഐസ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ കോപ്പർ നഷ്ടപ്പെടുത്തിയ ഹീറ്റാണ് ഐസ് അബ്സോർബ് ചെയ്യുന്നത്. ഐസ് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എത്രയാണ്? എം ഇൻറ്റു എൽ, എൽ എഫ്, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ഐസ്, എൽ എഫ് എന്ന് പറഞ്ഞാൽ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഈസ് ഈക്വൽ ടു എം എസ് ഡെൽറ്റ ടി. ഈ സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് കോപ്പർ ബ്ലോക്കിന്റെ മാസാണ്. ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഐസിന്റെ മാസാണ്. സ്മോൾ ലെറ്റർ എം എന്ന് ഉദ്ദേശിക്കുന്നത് കോപ്പർ ബ്ലോക്കിന്റെ മാസാണ്. ഈ ക്യാപിറ്റൽ ലെറ്റർ എം ആണ് നമുക്ക് വേണ്ടത്. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എത്രയാണ്? 335 ആണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ കോപ്പർ ബ്ലോക്ക്, അത് കെ ജിയിൽ എഴുതി ഹൗ മച്ച് 5 എസ് 0.39 ഇൻറ്റു ഡെൽറ്റ ടി എത്രയാ? 500 ഡിഗ്രി ഇല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ആ കോപ്പർ ബ്ലോക്ക് അവസാനം 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആണ് എത്തുന്നത്, കാരണം ഐസിന്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ. അപ്പൊ ഡെൽറ്റ ടി എന്ന് പറയുന്നത് 500 ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരേ യൂണിറ്റിലാണ്. നോക്കൂ, ഇത് ഒരേ യൂണിറ്റ് ആണ്. അതുകൊണ്ട് ഇത് കെ ജിയിലായതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറും കെ ജിയിലായിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ രണ്ട് പർട്ടിക്കുലർ ക്വാണ്ടിറ്റി സെയിം യൂണിറ്റിലുള്ളവയാണ്. അതുകൊണ്ട് മാസിന്റെ എമ്മിന്റെ യൂണിറ്റ് ഈ 5ന്റെ അതേ യൂണിറ്റ് ആയിരിക്കും. 5 കെ ജി അല്ലേ, അതുകൊണ്ട് എമ്മിന്റെ യൂണിറ്റ് കെ ജിയിൽ തന്നെ ആയിരിക്കും. ഓക്കെ, therefore m is equal to what you will get, അത് 25 into 39 divided by 335. ഇത് ചെയ്യുമ്പോൾ ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2.9 കെ ജി എന്ന് കിട്ടും. 2.9 kg is the unit, kg. 2.9 kg is the right answer. Okay. ഇനി 6th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. നോക്കൂ, the ratio of specific heat Cp by Cv in terms of degree of freedom F is. Cp by Cv ഗാമ കണ്ടുപിടിക്കണം in terms of degree of freedom. നിങ്ങൾക്കറിയാം Cv എന്ന് പറയുന്നത് F/2 R ആണ്. നിങ്ങൾക്കറിയാം, ഇത് ബേസിക് ഇൻഫർമേഷൻ ആണ്. Cp എന്ന് പറയുന്ന ഒരു R കൂടെ ആഡ് ചെയ്താൽ മതി. F/2 R plus R എന്ന് പറഞ്ഞാൽ F/2 plus 1 into R എടുക്കാം. R കോമൺ ഔട്ട് ചെയ്യാം. നമുക്ക് വേണ്ടത് Cp by Cv ആണ്, ഗാമയാണ് നമുക്ക് വേണ്ടത്. ഗാമ ഈസ് ഈക്വൽ ടു Cp by Cv, ഇത് നമുക്ക് വേണം. therefore ഗാമ ഈസ് ഈക്വൽ ടു Cpക്ക് F/2 plus 1, R ഓൾറെഡി ക്യാൻസൽ ആയിപ്പോയി, ഡിവൈഡഡ് ബൈ F/2. ഇതെങ്ങനെ? F/2 നമുക്ക് 1 എന്ന് എഴുതാം, പ്ലസ് 1 ഡിവൈഡഡ് ബൈ F/2 എന്ന് പറയുന്നത് 2/F ആണ്. 2/F. അപ്പോൾ 1 plus 2/F എന്നുള്ള ആൻസർ ഉണ്ടോ നോക്കാം. ഹിയർ ഈസ് ദ ആൻസർ, ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫോർ എ പാർട്ടിക്കിൾ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ദ ആക്സലറേഷൻ എ അറ്റ് എനി പോയിന്റ് പി ആർ തീറ്റ ഓൺ എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് ആർ. തീറ്റ മെഷേഴ്സ് ഫ്രം ദ പോസിറ്റീവ് എക്സ് ആക്സിസ്, വി ഈസ് ദ യൂണിഫോം സ്പീഡ്. ഓക്കെ, ഇത് യൂണിഫോം സർക്കുലർ മോഷൻ ആണെന്നാണ് പറയുന്നത്. therefore velocity is constant and this angle is theta, radius is r. നിങ്ങൾക്കറിയാം സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇതിൽ ടുവേഴ്സ് ദ സെന്റർ ആണെന്ന് നിങ്ങൾക്കറിയാം. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, ഈ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ 2 കമ്പോണന്റ് ഉണ്ട് കുട്ടികളെ. തിങ്ക് ദിസ് വേ, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഒരു കമ്പോണന്റ് -y ഡയറക്ഷനിലും ദ അതർ കമ്പോണന്റ് -x ഡയറക്ഷനിലുമാണ്. ഈ പർട്ടിക്കുലർ ആംഗിൾ തീറ്റയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ലെറ്റ് മീ ഡ്രോ ഇറ്റ് നീറ്റ്ലി സച്ച് ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, ലെറ്റ് മീ യൂസ് ദിസ് കളർ, റെഡ് കളർ. ദിസ് ഈസ് ദ centripetal acceleration and it has 2 components. One is along -x and the other is along -y. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണ്. ദിസ് പർട്ടിക്കുലർ ആംഗിൾ ഓൾസോ ഈസ് തീറ്റ. അപ്പം ഈ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ നമുക്ക് കമ്പോണന്റ് ഫോമിൽ എഴുതാം. ഏതാണ്? ax along -i, therefore -i, plus ay along -j, therefore -ayj. ഇനി ax എന്ന് പറയുന്നത് എയുടെ കമ്പോണന്റ് ആണ് ഇല്ലേ? therefore it can be written as a cos theta I, മൈനസ് കളയാൻ പാടില്ല,
മൈനസ് എ സൈൻ തീറ്റ ജെ. ഇനി എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് വി സ്ക്വയർ ബൈ ആർ ആണെന്ന് എല്ലാവർക്കും അറിയാം. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഓഫ് മാഗ്നിറ്റ്യൂഡ് വി സ്ക്വയർ ബൈ ആർ ആണ്. ദെയർഫോർ എ ഈസ് ഈക്വൽ ടു മൈനസ് വി സ്ക്വയർ ബൈ ആർ കോസ് തീറ്റ ഐ മൈനസ് വി സ്ക്വയർ ബൈ ആർ സൈൻ തീറ്റ ജെ. സൈൻ തീറ്റ ജെ മൈനസ് വി സ്ക്വയർ ബൈ ആർ കോസ് തീറ്റ ഐ മൈനസ് വി സ്ക്വയർ ബൈ ആർ സൈൻ തീറ്റ ജെ. സി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. കോസ് തീറ്റ ഐ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ. ടു മെറ്റാലിക് പ്ലേറ്റ് ഫ്രം ഫോം എ പാരലൽ കപ്പാസിറ്റർ പ്ലേറ്റ് കപ്പാസിറ്റർ. The distance between the plate is d. A metal sheet of thickness d by 2 and area of equal area each plate is introduced between the plate. What will be the ratio of new capacitance to original capacitance of the capacitor? Okay, original capacitance C ആണെന്ന് വിചാരിക്കുക, ന്യൂ കപ്പാസിറ്റൻസ് സി ഡാഷ് ആണെന്ന് വിചാരിക്കുക. ഇത് മെറ്റൽ പ്ലേറ്റ് ആണ്, മെറ്റൽ പ്ലേറ്റ് ആണിത്. അപ്പം ഇവിടുത്തെ ചാർജ് ഉണ്ടല്ലോ, ദ ചാർജ് വിൽ റീസൈഡ് ഹിയർ. ഇവിടെ മെറ്റൽ പ്ലേറ്റ് വെക്കുന്നതിന് മുമ്പ് ചാർജ് ഇങ്ങനെയായിരുന്നുവെങ്കിൽ, ചാർജ് ഇങ്ങനെയായിരുന്നുവെങ്കിൽ മെറ്റൽ ഷീറ്റ് വെച്ചതിന് ശേഷം ചാർജ് ഇവിടെ റീസൈഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇത് d/2 സെപ്പറേഷൻ ഉള്ള ഒരു കപ്പാസിറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യും. d/2. ഇത് എത്ര സെപ്പറേഷൻ ഉള്ള കപ്പാസിറ്റർ ആണ്? ഡി സെപ്പറേഷൻ ഉള്ള കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഹാഫ് ആവും. മെറ്റൽ പ്ലേറ്റ് വെച്ചത് കൊണ്ടാണ് കേട്ടോ. ഡൈഇലക്ട്രിക് ആണെങ്കിൽ നമുക്ക് ഇതിനെ രണ്ട് കപ്പാസിറ്റർ ആയിട്ട് കരുതണം. ഇതൊരു കപ്പാസിറ്റർ, ഇതിനെ വേറൊരു കപ്പാസിറ്റർ ആയിട്ട് കരുതണം. ഇതിനെ ഒരു കപ്പാസിറ്റർ ആയിട്ട് ഇപ്പൊ കരുതേണ്ട കാര്യമില്ല. ബിക്കോസ് K for metal is infinity, that you know. അപ്പം ഇനീഷ്യൽ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ഞാൻ എഴുതുകയാണ്. എപ്സിലോൺ നോട്ട് എ ബൈ ഡി ആയിരുന്നു. ഫൈനൽ കപ്പാസിറ്റൻസ് എപ്സിലോൺ നോട്ടിന് മാറ്റമില്ല, എയ്ക്ക് മാറ്റമില്ല. ഡി എന്നുള്ളത് എന്തായി? d/2 ആയി. ഈ 2 മുകളിലോട്ട് പോകും ഇല്ലേ? അപ്പൊ സി ഡാഷ് ഡിവൈഡ് ബൈ സി എന്ന് പറയുന്നത് 2:1 എന്ന് കിട്ടും. 2/1 അങ്ങനെ ഉണ്ടോ എന്ന് നോക്കിയേ. യാ, ഹിയർ ഇറ്റ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ. 2 cells of same EMF but different internal resistance R1, R2 are connected in series with a resistor R. The value of resistance R for which the potential difference across the second shell is 0. ഈ സെക്കൻഡ് ഷെല്ലിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണോ എന്ന് പറയുന്നത്. ഇതിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് വി എന്ന് നമുക്ക് വിളിക്കാം. ഈ വി എന്ന് പറയുന്നത് എന്താണ്? വി എന്ന് പറയുന്നത് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓക്കെ, ദിസ് ഈസ് ഇൻ ഡിസ്ചാർജിങ് സിറ്റുവേഷൻ. ദെർഫോർ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഇ മൈനസ് IR2. ഇതെന്താവണം? 0 ആവണം. എന്ന് പറഞ്ഞാൽ ഇ മസ്റ്റ് ബി ഈക്വൽ ടു വാട്ട്? IR2 ആവണം. ഇ മസ്റ്റ് ബി ഈക്വൽ ടു IR2. ഇനി ഈ സർക്യൂട്ടിലെ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സർക്യൂട്ടിലെ കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നെറ്റ് EMF ദാറ്റ് ഈസ് 2E ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. എല്ലാ റെസിസ്റ്റൻസ് സീരീസിലാണ്. Therefore total resistance is R1 plus R2 plus E. Sorry, plus R2 plus R. അത് ഞാൻ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ലുക്ക് ഹിയർ. E is equal to 2E R2 മുകളിലുണ്ട്, താഴെ R1 plus R2 plus ക്യാപിറ്റൽ ലെറ്റർ R. നമുക്ക് ഈ രണ്ട് സ്ഥലത്ത് നിന്ന് വെട്ടിക്കളയാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് R1 plus R2 plus R is equal to 2R2 എന്ന് കിട്ടി. ഇതിൽ നിന്ന് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R is equal to R2 minus R1 എന്ന ആൻസർ കിട്ടി. Therefore your answer is R2 minus R1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഏത് സ്റ്റേറ്റ്മെന്റ് ആ കറക്റ്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സസെപ്റ്റിബിലിറ്റി ഓഫ് പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഡിഗ്രീസ് ഇൻ ടെമ്പറേച്ചർ. കറക്റ്റ് ആണ്. ഇൻക്രീസ് ചെയ്യും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താൽ, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ. നിങ്ങൾ ക്യൂറീസ് ലോ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. Therefore this statement is correct. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ നോക്കാം. Diamagnetism is the result of orbital motion of electron developing magnetic moment opposite to the applied magnetic field. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു ഡയമagnetic സബ്സ്റ്റൻസ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ഇറ്റ് ഡെവലപ്സ് എ മാഗ്നറ്റിസം ഓപ്പോസിറ്റ് ടു ദ applied magnetic field. Therefore this also is correct. അപ്പോൾ both statement 1 and statement 2 are true. That's the right option. Okay. ഇനി 11th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. A long solenoid carrying a current produces a magnetic field B along its axis. If the current is doubled and the number of turns per centimeter is halved, new value of magnetic field will be.
അപ്പോൾ ഒറിജിനൽ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ എഴുതാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബി ഈസ് ഈക്വൽ ടു വാട്ട് μ0 ni, വേർ n is the number of turns per unit length. ഇനിയും ബി ഡാഷ് മാറിയ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എഴുതാം. μ0ക്ക് മാറ്റമില്ല. n എന്തായെന്നാ പറഞ്ഞേ? ഇഫ് ദ കറണ്ട് ഈസ് ഡബിൾഡ് ആൻഡ് നമ്പർ ഓഫ് ടേൺസ് ഹാഫ്ഡ്. n എന്നുള്ളത് n/2 ആയി, ബട്ട് കറണ്ട് എന്തായി? 2i ആയി. ഇപ്പൊ 2ഉം 2ഉം വെട്ടിപ്പോയി അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പുതിയ മാഗ്നറ്റിക് ഫീൽഡ് പഴയ മാഗ്നറ്റിക് ഫീൽഡിന് ഈക്വൽ ആയിരിക്കും. therefore B itself is the magnetic field. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സിനുസോയിഡൽ വോൾട്ടേജ് V of t 110 sin 300 volt is applied to a series LCR circuit in L is equal to 10 millihenry, C is equal to 25 microfarad, R is equal to 100 ohm. The phase difference between the applied voltage and the resultant current. Phase difference in equation എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. Phase difference between voltage and current is equal to tan inverse XL minus XC divided by R. നമുക്കിവിടെ എക്സലും എക്സിയും കണ്ടുപിടിക്കണം. ആർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. എക്സൽ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? എൽ ഒമേഗയാണ്. എൽ ഒമേഗ. എൽ എത്രയാ പറഞ്ഞിട്ടുള്ളത്? എൽ 10 മില്ലി ഹെൻറി എന്നാ പറഞ്ഞിട്ടുള്ളത്. 10 മില്ലി ഹെൻറി. 10 ഇൻറ്റു 10⁻³ ഒമേഗ എന്ന് പറയുന്നത് എന്താ? ടിയുടെ കോയിഫിഷ്യൻ്റ് ആണ് ഒമേഗ. അപ്പൊ 3 ഇൻറ്റു 3000 എന്നുള്ളത് 3 ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് ഇവിടെ 30 എന്ന് കിട്ടി. എന്ത്? XL 30 എന്ന് കിട്ടി. ഇനി എക്സ് സിയും കൂടെ ഞാൻ കണ്ടുപിടിക്കണം. എക്സ് സി ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സി ഒമേഗയാണ്. 1 ഡിവൈഡഡ് ബൈ സി എത്രയാണെന്ന് നോക്കിയേ. സി ഈസ് ഈക്വൽ 25 മൈക്രോഫാരഡ് ആണ്. ഇപ്പൊ 25 ഇൻറ്റു 10⁻6 ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 10⁻3. അങ്ങനെ ഇത് നമുക്ക് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ 1000 ഡിവൈഡഡ് ബൈ 75 എന്ന് കിട്ടി. 1000 ഡിവൈഡ് ബൈ 75, 25 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 40 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. ഇനി ഞാൻ XL മൈനസ് XCയും കൂടി ഒന്ന് കണ്ടുപിടിക്കുക. XL മൈനസ് XC എന്താണ്? XL 30, XC എത്രയാണ്? 40/3. അപ്പൊ XL മൈനസ് XC എനിക്ക് 90 മൈനസ് 40 50 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. 50 ഡിവൈഡ് ബൈ 3 ആയി. ഓക്കെ, 50 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യുക? ഇതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 5 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് XL മൈനസ് XC എത്രയായിരുന്നു? 50/3 ഡിവൈഡഡ് ബൈ R എത്രയാണ്? 100. അപ്പോൾ 5 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 50 100 വെട്ടിക്കളയാം. 1/2 അപ്പോൾ 1/6 എന്ന് വന്നു. ടാൻ ഇൻവേഴ്സ് 1/6 ദാറ്റ് ഈസ് നിയർലി അബൌട്ട് ടാൻ ഇൻവേഴ്സ് 0.1666. അപ്പോൾ 0.17 എന്ന് എഴുതാം. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? ടാൻ ഇൻവേഴ്സ് 0.17. ഹിയർ ഈസ് ദ ആൻസർ. 13th ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാവൽസ് ഇൻ എ മീഡിയം അറ്റ് എ സ്പീഡ് 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ദ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം ഈസ് 1. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. ഓക്കെ, നമ്മൾ ആദ്യമേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം. കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സും പെർമിറ്റിവിറ്റിയും പെർമിയബിലിറ്റിയും ഒക്കെ തമ്മിൽ ബന്ധമുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? C/V ചെയ്താൽ മതി. C എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. V എന്ന് പറയുന്നത് 2 × 10⁸ ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അങ്ങനെ ഇത് 1.5 എന്ന് വന്നു. ഇനി നിങ്ങൾ നോക്കൂ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? റൂട്ട് എപ്സിലോൺ ആർ μr നിങ്ങൾക്ക് അറിയാവുന്നതാണ്. μr 1 ആണ്. therefore എപ്സിലോൺ r ഈസ് ഈക്വൽ ടു n² എന്ന് വന്നു. n² എന്ന് പറഞ്ഞാൽ 1.5ന്റെ സ്ക്വയർ. 15ന്റെ സ്ക്വയർ 225 ആണ്. അതുകൊണ്ട് 1.5ന്റെ സ്ക്വയർ 2.25 ആണ്. therefore എപ്സിലോൺ r ഈസ് ഈക്വൽ ടു 2.25. ഹിയർ ഈസ് ദ ആൻസർ. ഇനി 14th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ, the interference pattern is obtained with 2 coherent light sources of intensity 4:1 and the ratio Imax plus Imin divided by Imax minus Imin is 5/x. Then the value of x is equal to. ഇവിടെ തന്നിട്ടുള്ളത് രണ്ട് സോഴ്സിന്റെ ഇന്റൻസിറ്റിയുടെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ I1 divided by I2 is equal to 4/1 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ റൂട്ടിന്റെ റേഷ്യോ എന്താണ്? √I1 ഡിവൈഡ് ബൈ √I2 എന്ന് പറയുന്നത് 2/1 ആയിരിക്കും. ഇത് ഞാൻ കണ്ടുപിടിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ
എനിക്ക് ഐമാക്സ് ബൈ ഐമിൻ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കി, ഐമാക്സ് ബൈ ഐമിൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. √I1 പ്ലസ് √I2 ഡിവൈഡഡ് ബൈ റൂട്ട് അല്ലെങ്കിൽ സ്ക്വയർ, ലെറ്റ് മീ ഡു ഇറ്റ്, സ്ക്വയർ ഡിവൈഡ് ബൈ √I1 മൈനസ് √I2 സ്ക്വയർ. √I1 ബൈ √I2 ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ √I1 പ്ലസ് √I2 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി 2 പ്ലസ് 1 സ്ക്വയർ കമ്പോണന്റോ ഡിവിഡൻഡോ അപ്ലൈ ചെയ്യുകയാണ്, ഡിവൈഡ് ബൈ √I1 മൈനസ് √I2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 മൈനസ് 1 സ്ക്വയർ. അത് എത്ര കിട്ടി കുട്ടികളെ? 9 ഡിവൈഡഡ് ബൈ 1 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ട ഫോർമാറ്റിനെ കുറിച്ച് ചിന്തിക്കൂ. ഐമാക്സ് പ്ലസ് ഐമിൻ ഡിവൈഡ് ബൈ ഐമാക്സ് ബൈ ഐമിൻ. നോക്കൂ, ഐമാക്സ് ബൈ ഐമിൻ 9/1 എന്നുണ്ട്. അപ്പൊ നമുക്ക് ഐമാക്സ് നോക്കൂ, ഐമാക്സ് മൈനസ് ഐമിൻ എന്ന് എഴുതുമ്പോൾ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി 9 മൈനസ് 1 എന്ന് ഇവിടെ എഴുതണം, ഡിവൈഡഡ് ബൈ, ഇവിടെയും ഡിവൈഡഡ് ബൈ എഴുതി. ഇനി ഐമാക്സ് സോറി ഇവിടെ പ്ലസ് ആയിരുന്നില്ലേ, ഇവിടെ പ്ലസ് എഴുതി. ഇനി ഐമാക്സ് മൈനസ് ഐമിൻ, ഐമിൻ. അപ്പൊ എന്ത് എഴുതണം? ഐമാക്സ് മൈനസ് ഐമിൻ എന്ന് പറയുമ്പോൾ 9 മൈനസ് 1 എന്ന് എഴുതണം. ഇത് 10 ആണ്, ഇത് 8 ആണ്. അങ്ങനെ 5 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടി. നമുക്ക് 5 ഡിവൈഡ് ബൈ എക്സ് എന്നല്ലേ തന്നിട്ടുള്ളത്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എന്ത് വരും? ദിസ് ക്യാൻ ബി ഇക്വേറ്റഡ് വിത്ത് 5 ഡിവൈഡ് ബൈ എക്സ്. ദെയർഫോർ യു ക്യാൻ റൈറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 4. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 4 ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഹിയർ ഈസ് ദ ആൻസർ. ഓക്കെ, ഇനി 15th ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. എ ലൈറ്റ് ഹൂസ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആർ കംപ്ലീറ്റ്ലി റിമൂവ്ഡ്. നോക്കി, കംപ്ലീറ്റ്ലി റിമൂവ്ഡ് എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ. കാരണം ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്താൽ പിന്നെ ആ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇല്ല. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ലോജിക്കലി തെറ്റായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തെറ്റിതാണ്, കംപ്ലീറ്റ്ലി റിമൂവ്ഡ് എന്ന് പറയുന്നത് തെറ്റാണ്. ബൈ യൂസിങ് എ ഗുഡ് പോളറോയിഡ്. ഒരു പോളറോയിഡ് കൂടെ കടന്നു പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്നില്ല, ഒരു 50% ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ മാത്രമേ റിമൂവ് ചെയ്യുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു റേഡിയേഷനെ എന്ത് ചെയ്തു, ഒരു പോളറോയിഡ് കൂടെ കടത്തിവിട്ടു, അത് പോളറൈസ്ഡ് റേഡിയേഷനായി. അലൗഡ് ടു ഓൺ ദ സർഫസ് ഓഫ് ദ പ്രിസം allowed to incident on the surface of a prism at Brewster's angle. Look, Brewster's angle ആണ് പതിച്ചത്. Choose the most suitable option for the phenomena related to the prism. ഞാൻ ഒരു പ്രിസം വരയ്ക്കാം. Here is the prism. Look here. സാധാരണ ഒരു പ്രിസത്തിൽ ഒരു റേഡിയേഷൻ പതിക്കുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കും. A part of it will be transmitted, a part of it will be reflected. This is what will happen generally. Okay. പക്ഷെ ഇവിടെ ഇത് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആയതുകൊണ്ട് നോക്കൂ, ഈ റേഡിയ കണ്ടോ, കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആയതുകൊണ്ട് ഈ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. ഏത് ടൈപ്പ് ഓഫ് വൈബ്രേഷൻ എന്ന് ക്വസ്റ്റ്യൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യുക ഈ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. ഏത് വൈബ്രേഷനാണ് ക്യാൻസൽ ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇതാ, ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വൈബ്രേഷനെ ക്യാൻസൽ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വൈബ്രേഷൻ ക്യാൻസൽ ആയതുകൊണ്ട് ഈ റിഫ്ലക്റ്റഡ് റേ കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആയിട്ട് ഇങ്ങനെ വരേണ്ടതാണ്. പക്ഷെ ആ വൈബ്രേഷൻ മിസ്സിങ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കില്ല, ഈ റിഫ്ലക്റ്റഡ് റേ ഉണ്ടാവില്ല. അപ്പോൾ വന്ന് വീഴുന്ന ലൈറ്റ് റേ മൊത്തം എന്ത് ചെയ്യപ്പെടും, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ഇതിനെ കംപ്ലീറ്റ് ട്രാൻസ്മിഷൻ എന്നാണ് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ NCERT ഒരു കോളത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ആയിട്ട് യു ക്യാൻ റിഫർ. അപ്പൊ നോ റിഫ്ലക്ഷൻ ആൻഡ് ദർ വിൽ ബി ടോട്ടൽ ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ്. ദിസ് ഈസ് ദ റൈറ്റ് തിങ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. നോക്കൂ, എ പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ ഹാവ് സെയിം എനർജി. നോക്കൂ, ഇവയ്ക്കെല്ലാം ഒരേ എനർജിയാണെന്നാണ്. ഇഫ് λp, λn, λe, λα are the de Broglie wavelength of proton, neutron, electron and alpha particle respectively, then choose the correct relation from the following. Correct relation നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് de Broglie wavelength as a function of കൈനറ്റിക് എനർജി എങ്ങനെ എഴുതാം? de Broglie wavelength എന്ന് പറഞ്ഞാൽ h ഡിവൈഡ് ബൈ പി ആണെന്ന് നിങ്ങൾക്കറിയാം. പി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെ ടേമിൽ എഴുതിയാൽ മതി. h ഡിവൈഡഡ് ബൈ √2mk. k സ്റ്റാൻഡ്സ് ഫോർ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിട്ടുള്ളതിൽ h എല്ലാത്തും ഒരുപോലെയാണ്, കൈനറ്റിക് എനർജി സെയിം ആണ്, 2 സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ലാംഡയെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്ത് മാത്രമാണ്? മാസ് മാത്രമാണ്. ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോസ് ടു √n. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മാസ് ഓഫ് ഇലക്ട്രോൺ ആണ് ഏറ്റവും കുറവ്. ദെൻ
mass of proton, then mass of neutron, mass of neutron, then mass of alpha particle. Okay, mass of neutron and proton ഏകദേശം സെയിം ആണ്, ബട്ട് ന്യൂട്രോൺ ഈസ് ലിറ്റിൽ ഹെവിയർ ദാൻ പ്രോട്ടോൺ. എന്ന് പറഞ്ഞാൽ എന്താ? ലാംഡ ഓഫ് ഇലക്ട്രോൺ ഈസ് ദ ഹയസ്റ്റ്, then lambda of proton is the highest, then lambda of neutron, then lambda of alpha. ലാംഡ ഓഫ് ആൽഫയാണ് ഏറ്റവും ചെറുത്. ഓക്കെ, ലാംഡ വേണം ഇതിനെ തിരിച്ചു എഴുതാമല്ലോ. അപ്പൊ ഈ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഈ ഓപ്ഷൻ ഞാൻ എഴുതിയത് ഇതും സെയിം ആണ് കേട്ടോ. അവരെന്ത് ചെയ്തു? അസെൻഡിങ് ഓർഡറിൽ എഴുതി, ഞാൻ എന്ത് ചെയ്തു? ഡിസെൻഡിങ് ഓർഡറിൽ എഴുതി എന്ന് മാത്രം. ഓക്കെ, then 17th question നോക്കൂ. Which of the following figure represents the variation of log r by r0 with ln a, where r is the radius of the nucleus, a is the mass number. Radius of the nucleus ഉം mass number തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്കറിയാം. Radius of the nucleus is equal to some constant r0, a to the power 1/3 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനിയും ഇതിനെ r0നെ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ r by r0 is equal to a to the power 1/3. രണ്ട് സൈഡിലും നാച്ചുറൽ ലോഗ് എടുക്കുക. ദിസ് ഈസ് ln r by r0, r by r0, that is 1/3 ln a. ഇത് y is equal to mx എന്നുള്ള ഫോമിലുള്ള ഇക്വേഷൻ ആണ്. c0 ആണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ദിസ് ഗ്രാഫ് മസ്റ്റ് ബി എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. therefore the answer is this one. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഐഡന്റിഫൈ ദ ലോജിക് ഓപ്പറേഷൻ പെർഫോംഡ് ബൈ ദ ഗിവൺ സർക്യൂട്ട്. ഈ സർക്യൂട്ട് തരുന്ന ലോജിക് ഓപ്പറേഷൻ ഏതാണ്? ഇത് നിങ്ങൾക്കറിയാം, ഒരു നോർ ഗേറ്റ് ആണ്. അതിന്റെ ടെർമിനൽ ഇൻപുട്ട് ടെർമിനലുകൾ ജോയിൻ ചെയ്തേക്കാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് എ നോട്ട് ഗേറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നാൻഡ് ഗേറ്റിന്റെ നോർ ഗേറ്റിന്റെ ഇൻപുട്ട് ടെർമിനലുകൾ ജോയിൻ ചെയ്താൽ അതൊരു നോട്ട് ഗേറ്റ് പോലെ ബിഹേവ് ചെയ്യുന്നു. അതുപോലെ അപ്പൊ എ എന്നുള്ളത് എന്താവും? എ നെഗേറ്റഡ് ആവും, അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് ആവും. ബി എന്നുള്ളത് വരുമ്പോൾ എന്താവും? ബി കോംപ്ലിമെന്റ് ആവും. ഈ ഗേറ്റ് എന്താണ്? ഓർ ഗേറ്റ് അല്ല, നോർ ഗേറ്റ് ആണ്. ആഡ് ചെയ്യും, എന്നിട്ട് കോംപ്ലിമെന്റ് എടുക്കും. ആഡ് കിട്ടുന്നതിനെ ആഡ് ചെയ്യും. എന്തൊക്കെയാണ് ഇതിന് കിട്ടിയെന്ന് നോക്കിയേ. ഇതിന് കിട്ടിയത് എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും കിട്ടി. കിട്ടിയതിനെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? കോംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ ഔട്ട്പുട്ട് ഇതാണ്. ഇനി ഡിമോർഗൻസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യാം. ലെറ്റ് us അപ്ലൈ ഡിമോർഗൻസ് തിയറം. നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ്. ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ y is equal to a കോംപ്ലിമെന്റ് ഓപ്പറേഷൻ സ്വിച്ച് ചെയ്യാൻ മറക്കരുത്, ഇൻറ്റു ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 y is equal to a ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഗേറ്റ് ആയിട്ട് മാറി. മൾട്ടിപ്ലൈ ചെയ്യുന്ന ഗേറ്റ് ഏതാണ്? ആൻഡ് ഗേറ്റ് ആണ്. therefore the answer is ആൻഡ് ഗേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫാസിമൈൽ. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. ഗൈഡഡ് മീഡിയ ചാനൽ, അത് വളരെ സിമ്പിൾ ആണ്. ഗൈഡഡ് മീഡിയ ചാനൽ എന്ന് പറയുന്നത് ഒപ്റ്റിക് ഫൈബർ ആണെന്ന് നിങ്ങൾക്കറിയാം. ഒപ്റ്റിക് ഫൈബർ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ. ഫ്രീക്വൻസി മോഡുലേഷൻ, ലോക്കൽ ബ്രോഡ്കാസ്റ്റ് ഓഡിയോ, ഫ്രീക്വൻസി മോഡുലേഷൻ ഇസ് ഡൺ. ദെൻ ഡിജിറ്റൽ സിഗ്നൽ റെക്ടാങ്കുലർ വേവ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ഫാക്സിമൽ, സ്റ്റാറ്റിക് ഡോക്യുമെന്റ് ഇമേജ്, നമ്മൾ ഫാക്സ് എന്നൊക്കെ പറയുന്ന സാധനം. അപ്പൊ A1, B4, C2, D3 അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഹിയർ ഇറ്റ് ഈസ്. ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ. If n represent the actual number of deflection in a converted galvanometer of resistance G and shunt resistance S, then the total current I when the figure of merit is K. നിങ്ങൾ figure of merit എന്താണെന്ന് അറിയണം. Figure of merit is the current required for one division, deflection of one division. ഒരു ഡിവിഷൻ ഡിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമായ കറണ്ടിനെയാണ് നമ്മൾ ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗർ ഓഫ് മെറിറ്റ് കെ എന്ന് പറയുന്നത് ഐ ജി കറണ്ട് ഈസ് റിക്വയർഡ് ഫോർ എൻ ഡിഫ്ലക്ഷൻ. അപ്പോൾ ഐ ജി ഡിവൈഡ് ബൈ എൻ. അപ്പോൾ ഐ ജി എനിക്ക് എങ്ങനെ എഴുതാം? ഐ ജി ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു കെ എന്ന് എഴുതാം. എൻ ഇൻറ്റു കെ. അതവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾക്കറിയാം ഈ ഷണ്ട് റെസിസ്റ്റൻസും ഗാൽവനോമീറ്ററിന്റെ കോയിലും പാരലാണ്. അതുകൊണ്ട് ഇവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ജി ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് പി എസ് ആർ സെയിം. എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് രണ്ടിനും ഈക്വൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ്, ദാറ്റ്സ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്.
അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ ഷണ്ട് റെസിസ്റ്റൻസ് ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഐ ജി ഇൻറ്റു ജി. ഐ ജി ഇൻറ്റു ജി ഇസ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ കോയിൽ, ഗാൽവനോമീറ്റർ കോയിൽ. ഇതിൽ നിന്ന് ഞാൻ ഐ ആണ് എനിക്ക് വേണ്ടത് അല്ലേ, ഐ ആണ് വേണ്ടത്. ഐയുടെ ഇക്വേഷൻ ഞാൻ എഴുതാം. ഐ എസ് ഈസ് ഈക്വൽ ടു ഐ ജി കോമൺ എടുക്കാം, ഐ ജി ഇൻറ്റു ജി പ്ലസ് എസ്. ഇനി ഐ ആണ് എനിക്ക് വേണ്ടത്, ഐ ഈസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ജി പ്ലസ് എസ് ഡിവൈഡഡ് ബൈ എസ്. ഇനി ഐ ജിക്ക് എന്ത് എഴുതാം, എൻ കെ എന്ന് എഴുതാം, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. Therefore, I is equal to NK, figure of merit, where K is the figure of merit, G plus S divided by S. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് നോക്കി, NK G plus S by S. Okay, here it is. Okay, that's all about this section A. Section B നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യും. Thank you for watching.